പ്രസീത ചാലക്കുടിയുടെ സംഘമായ തൃശ്ശൂർ പതി ഫോക്ക് ബാൻഡിൻ്റെ ഈ എളിയ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം തന്നെ ഒറ്റ വാക്ക് ഞാനൊന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ഇതിൽ മൊത്തം ഇരിക്കുന്ന പല ആളുകളുടെയും മനസ്സിൽ ഒരു വിചാരമുണ്ട്, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യമെന്ന്. അതായത് നമുക്കറിയാം, വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന വയലാർ രാമവർമ്മ സാംസ്കാരിക ഉത്സവത്തിൻ്റെ ഏറ്റവും മാറ്റുകൂട്ടുന്നത് നമ്മുടെ മാഷിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ തന്നെയാണ്. അത് കേൾക്കാൻ നമ്മളെല്ലാവരും കാതോർത്തിരിക്കുന്ന സമയം നമുക്കുണ്ട്. അപ്പോൾ ഇന്നലെ വരെ ഏകദേശം അത് ഭംഗിയായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നാളെ മുതൽ വീണ്ടും അതിൻ്റെ വേറൊരു തലത്തിലേക്ക് ഈ ഒരു പരിപാടിയെ കൊണ്ടുപോകുന്നതിനുള്ള കലാകാരന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ രാമചന്ദ്ര സാറ് ഇപ്പോൾ നമ്മളെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പല ആളുകളുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ നാടക ഗാനങ്ങളായാലും കവിതകളായാലും എല്ലാത്തിനും ഒരു 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 നാടൻ ടച്ച് ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഓരോ പാട്ടുകൾ പാടുമ്പോൾ നമുക്കറിയാലോ അതിലൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു പരിപാടിയായി കാണാതെ, വലിയൊരു പരിപാടിയായി കാണാതെ ഞങ്ങൾ നിങ്ങളുമായി കുറച്ച് നേരം വർത്തമാനം, പിന്നെ ഞങ്ങൾക്കറിയുന്ന ചില നാടൻ ശീലുകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് പാടുക. ഇപ്പം നമ്മുടെ മുഴുനീള പരിപാടി കണ്ട ആളുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, നമുക്കറിയാം. അതൊരിക്കലും അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പം എന്തായാലും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ കലാകാരന്മാർക്ക്, സിനിമാ പിന്നണി ഗായകർക്ക് വായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിനയേട്ടനും സംഘവുമാണ് ഇവിടെ ഓർക്കസ്ട്ര കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി, പ്രസീതര പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്നും ഇന്നും ഒരിക്കലും ചില ആളുകളൊക്കെ പറയും, അയ്യോ അത് ഞങ്ങൾക്ക് അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ വിനയേട്ടൻ പരിചയപ്പെട്ട കാലം മുതലേ ഇന്നേ വരെ നമ്മളോട് അങ്ങനത്തെ ഒരു മാറ്റി നിർത്തൽ ഞങ്ങളോട് ചെയ്തിട്ടില്ല. വിനയേട്ട, ഹൃദയത്തിൽ തൊട്ട് നന്ദി. ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, എല്ലാ മുഖപരിചയമുള്ള വലിയ വലിയ കലാകാരന്മാരാണ് എല്ലാവരും. അപ്പോൾ അവർക്കുള്ള നന്ദി ഞങ്ങൾ ആദ്യമേ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ നല്ല രീതിയിൽ ശബ്ദവും വെളിച്ചവും നൽകി നമ്മളെ സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡീപ്രോ ലൈറ്റ്സ് ആൻഡ് സൗണ്ട് സൊല്യൂഷൻ, നമ്മുടെ രാജേഷ്, അദ്ദേഹം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആളുകൾ ആയുഷ്, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ആയുഷ്, ലൈറ്റ് എഞ്ചിനീയർ, അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മുഴുവൻ കൂട്ടാളികൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി കുറേ ദിവസമായി ഇവിടെയുണ്ട്. ഞങ്ങളും അദ്ദേഹത്തിന് വേണ്ടി അവരോട് ഡീപ്രോയോട് നന്ദി പറയുകയാണ്, ഹൃദയത്തിൽ തൊട്ട് നന്ദി. അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങൾ പാടുന്ന ഈ പാട്ടുകൾ ഹൃദയവിശാലതയോടുകൂടി നെഞ്ചിലേറ്റ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കുള്ള നന്ദിയും പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ആദ്യമേ രേഖപ്പെടുത്തി വെക്കും. അതിനേക്കാളൊക്കെ ഉപരി ഇങ്ങനെ ഓരോ ദിവസവും ഏറ്റവും വൈബ്രൻ്റായി പോകുന്ന നമ്മുടെ മാഷിൻ്റെ പാട്ടുകൾ, അല്ലെങ്കിൽ സിനിമാ പാട്ടുകൾ, നാടക ഗാനങ്ങൾ ഒക്കെ ഏറ്റവും ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഞങ്ങളെ കൂടി കൊണ്ടുവന്ന് കുത്തിത്തിരികെ വെച്ച് ഇതിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മണക്കാട് രാമചന്ദ്ര സാറിനുള്ള നന്ദി ഹൃദയത്തിൽ തൊട്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. കാരണം ഇന്നലെ വരെ ഇത്ര ശബ്ദത്തോടെ ഉയർന്നുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും കൃത്യമായ നന്ദി അറിയിച്ചുകൊണ്ട്, നാളെ മുതലും തുടരുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പതികളിൽ പാതിരാക്കളം വരച്ച് മുടിയാട്ടക്കളങ്ങളിൽ കൊട്ടിയും പാടിയും ആടിത്തുമർത്ത് നമ്മുടെ നാടിൻ്റെ വംശീയ സംഗീതമാണ് നാടൻ പാട്ട്. പണ്ടുകാലങ്ങളിൽ ജന്മിത്വത്തിനെതിരെ പണിയാളന്മാർ ശബ്ദമുയർത്തിയത് ഇത്തരം പാട്ടിലൂടെയായിരുന്നു എന്നാണ് ഐതിഹ്യം. അവിടെയാണ് ഈ നമ്മുടെ വയലാർ മാഷും ഈ നാടൻ പാട്ടും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം. നമുക്കറിയാം, ജന്മിത്വത്തിനെതിരെ പണിയാളന്മാർ ശബ്ദമുയർത്തിയ ഇത്തരം നാടൻ പാട്ടുകളിലൂടെ ആയിരുന്നു എന്ന് തന്നെയാണ് ഐതിഹ്യം. അപ്പോൾ ഞങ്ങൾ ആരംഭിക്കും. ഞങ്ങളുടെ വള്ളുവനാട്ടിലെ ഒരു മരംകൊട്ടിപ്പാട്ടുമായി, വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു മരംകൊട്ടിപ്പാട്ടുമായി ഞങ്ങൾ വരികയാണ്. പാടുന്നു പ്രിയപ്പെട്ട ഗായകൻ രാഹുലൻ മണ്ണംപേട്ട. തന്നാനേ തന്നിന്നെ താന, തന്നാനേ തന്നിന്നെ താന, തന്നാനേ തന്നിന്നെ താന, തന്നാനേ തന്നാനേ തന്നിന്നെ താന,
തന്നാനേ തന്നിന്നെ താനാ തന്നാനേ തന്നിന്നെ താനാ തന്നാനേ തന്നിന്നെ താനാ തന്നാനാനേ വടക്ക് മല കേറി അങ്ങ് പോകുമ്പോഴേ ഒരു കൂട്ടം ആവേടെ കൂട്ടം കണ്ടേ തന്നാനേ തന്നിന്നെ താനാ തന്നാനേ തന്നിന്നെ താനാ തന്നാനേ തന്നിന്നെ താനാ തന്നാനാനേ മല കേറി അങ്ങ് പോകുമ്പോഴേ കാട്ടിലെ കുറുവു കണ്ടേ ഓടി കേട്ടേ തന്നാനേ തന്നിന്നെ താനാ തന്നാനേ തന്നിന്നെ താനാ തന്നാനേ തന്നിന്നെ താനാ തന്നാനാനേ തന്നാനേ തന്നിന്നെ താനാ തന്നാനേ തന്നാനേ തന്നിന്നെ താനാ തന്നാനാനേ തന്നാനേ തന്നിന്നെ താനാ തന്നാനേ തന്നിന്നെ താനാ തന്നാനേ തന്നിന്നെ താനാ തന്നാനാനേ ഇത് വള്ളുവനാട്ടിലെ ഒരു തനത് മരംകുട്ടി പാട്ടാണ്. ഇനി നമ്മൾ ഒരുപാട് പാട്ടുകൾ എന്നും കേൾക്കുന്നുണ്ട്. ഒരു ഹിറ്റായ പാട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഓണത്തിനോടനുബന്ധിച്ചൊക്കെ പാടുന്ന പാട്ട് ഞങ്ങളുടെ നാട്ടിൽ, അതായത് ചാലക്കുടി, മാള, വടമ ആ പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും എന്താ പറയുക പ്രചാരത്തിലുള്ളൊരു കളിയാണ്, ഓണത്തിനോടനുബന്ധി നടക്കുന്ന ഒരു കളിയാണ് ഓണക്കളി. ഓണംകളി എന്ന് പറയും. ആ കളി ഇപ്പോൾ വലിയ പൈസയ്ക്കൊക്കെ വലിയ രീതിയിലുള്ള ട്രോഫിക്കൊക്കെ വലിയ മത്സരങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. അതിൽ ചില പാട്ടുകൾ നമ്മൾ കേട്ടാലേ നമുക്ക് മനസ്സിലാവും. അത്തരം പാട്ടുകളൊന്നും ഓർക്കസ്ട്രേഷനിൽ ആദ്യം വന്നായിരുന്നില്ല, ഇപ്പോൾ ഓർക്കസ്ട്രേഷനിൽ വന്നിട്ട് അതിൽ ഒരു പാട്ട് ഒന്ന് പാടിയ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രഞ്ജി അതെ, ഒരു പാട്ട്. എന്നും വരും വഴിവക്കിൽ അവൾ എന്നോടൊന്നും മിണ്ടാ പൊന്നെ പോയി മറഞ്ഞോ ഇനി എന്നും വഴിയോരം കണ്ടും കട്ടിരിപ്പൂ ഇനി എന്നിൽ വരുകില്ലേ അവളെന്നോടൊന്നും മിണ്ടാ എന്നും വരും വഴിവക്കിൽ അവളെന്നോടൊന്നും മിണ്ടാ. ഈ പാട്ട് കേട്ടിട്ടില്ലേ? ഇത് കേട്ടിട്ടില്ലേ? ഇതൊരു ഓണംകളി പാട്ടാണ്. അങ്ങനെ ഇപ്പോൾ അതിൽ കുറേ ചൊല്ലുകളും പാട്ടുകളും പറച്ചിലൊക്കെ ഉണ്ട്. അതിൽ ചില പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ അതിലൊരു പാട്ട് ഇപ്പോൾ കേരളം ട്രെൻഡായി റീൽസിലൂടെ ഏറ്റെടുത്ത ഒരു പാട്ടുമായി ഞങ്ങൾ വരികയാണ്. വിവേക് എന്ന പാട്ടുകാരൻ മലയാളക്കാർക്ക് സമ്മാനിച്ച ആ പാട്ടുമായി രഞ്ജി മണ്ണമ്പേട്ട. രഞ്ജിയെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു കലാകാരനാട്ട. പ്രഭുദേവൻ പൃഥ്വിരാജൊക്കെ തകർത്ത് അഭിനയിച്ചൊരു സിനിമ ഉണ്ട്. ആ സിനിമയിൽ ഒരു പാട്ട്, ഉറുമി എന്ന സിനിമയിൽ ഒരു പാട്ട് പാടിയത് നമ്മുടെ രഞ്ജിയാണ്. എൻ്റെ ഒരു 4 വരി പാടിയിട്ട് നമുക്ക് തുടങ്ങിയാൽ മതിയാ? ഒരു 4 വരി ഒന്ന് പാടി കൊടുത്താലോ? തെളുത്തേടെ പൂമാന പന്തലി ലല്ലോ
അനിയനി അനിയാലെ ഉഴുതുമാറിച്ചേ മണ്ണിലെ മാറോട് ചേർത്തു പിടിച്ചേ അപ്പോൾ ഈ പാട്ടാണ് രഞ്ജി ആ സിനിമയിൽ, രഞ്ജിയുടെ ശബ്ദത്തിലാണ് ആ സിനിമയിലുള്ളത്. അപ്പോൾ രഞ്ജിക്ക് നല്ലൊരു കയ്യടി കൊടുത്താൽ വളരെ അധികം സന്തോഷമാകും. അപ്പോൾ ഇനി നമുക്ക് പ്രസിദ്ധയെ വിളിക്കാമല്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ ഇതാ ആ മൂഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണ എന്ന ഗാനം, ഇനി വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ഗാനം, കുട്ട കുട്ട കരയല്ല കുട്ട എന്ന ഗാനം യൂട്യൂബിലൂടെ നമ്മളിലേക്ക് എത്തിച്ച ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റെടുത്ത അജഗജാന്തരം എന്ന സിനിമയിലെ ഓളുള്ളേരി ഓളുള്ളേരി എന്ന പാട്ട് നമുക്ക് സമ്മാനിച്ച നാടൻ പാട്ടിന്റെ കൂട്ടുകാരി, കേരള ഫോക്ലോർ അക്കാദമി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം കൂടിയായ നാടൻ പാട്ടിന്റെ കൂട്ടുകാരി, ചാലക്കുടിയുടെ പെൺമണി പ്രസീത ചാലക്കുടി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൈ പൊക്കി ഒരു കൈയടി തന്നെ എല്ലാവരും ചേർന്നിട്ട് പ്ലീസ് കൈ ഒന്ന് പൊക്കി കൈയടിച്ചേ. ഇവിടെ വയലാർ സാംസ്കാരിക വേദി ചെണ്ടപ്പുറത്ത് കോലിടുണ്ടെങ്കിൽ അവിടെ പ്രസീത ചാലക്കുടിക്ക് ഒരു സ്ഥാനം ഉണ്ടാകാറുണ്ട്. ഇപ്രാവശ്യവും നമ്മുടെ രാമേന്ദ്രൻ സാറും കൂട്ടാളികളും ഞങ്ങളെ മറന്നില്ല. ഒരിക്കൽ കൂടി വാരിപ്പിടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് പാട്ടിലേക്ക് പൊക്കോട്ടെ. അയ്യോ, അങ്ങടെ എന്തെങ്കിലും ചോദിച്ചങ്ങടെ ഉറക്ക മറുപടി പറഞ്ഞേ. പാട്ടിലേക്ക് പൊക്കോട്ടെ. ആയിക്കോട്ടെ. ഒരു കാര്യം ഞാൻ പറയുകയാണ്. അവിടെ നിന്ന് വണ്ടി എടുത്തു, ഇവിടെ വന്ന് നിന്ന് കാറ് ഇറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിൽക്കണുണ്ടായിരുന്നു. ആ ചേട്ടനെ ഞാനൊരു നോട്ടം. ആ സമയത്ത് ആ ചേട്ടൻ എന്നെ റൊമാൻറ്റിക്കായിട്ട് വേറൊരു നോട്ടം. ആ ചേട്ടന് വേണ്ടി ഒരു 4 വരി പാട്ട് ഞാൻ പാടും. അല്ല, കുഴപ്പമുണ്ട ഇല്ല അല്ലേ? ആയിക്കോട്ടെ, ഞാനൊരു 4. ഈ ഒരു നിമിഷം നമുക്ക് കേരള സംസ്ഥാന സ്കൂൾ ഗെയിംസ് നടക്കുന്ന സമയം, ആ കുട്ടികൾക്കൊരു വിജയാശംസകൾ എല്ലാവരും നേർന്നു. കുട്ടികൾക്ക് വിജയാശംസകൾ അറിയിക്കുകയാണ്. ഞാനൊരു 4 വരി പാടി നിങ്ങൾക്ക് എന്താ തോന്നണേ നിങ്ങൾ എന്നോട് പറയണം കേട്ടാ. മാലിന്യ നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ, ആരോടും പോയി പറയരുതി കഥമാനേ പുള്ളിമാനേ. എന്തെങ്കിലും തോന്നിയാ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കൈയടി ഇങ്ങടേ. ഞാൻ എന്ത് പാടിയാലും നാടൻ പാട്ടായിട്ട് പോണ കാരണം സാർ എന്നോട് പറഞ്ഞു, തൽക്കാലം വയലാർ സാറിൻ്റെ പാട്ടുകൾ നീ തൊടണ്ട, നാടൻ പാട്ട് മാത്രം നമുക്ക് മതി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ചേട്ടന് വേണ്ടി ഒരു 4 വരി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. വിനയേട്ടാ, ഷാർപ്പിനൊരു കോഡ് ഇങ്ങോട്ട് നീ നോക്കട്ടെ. നോക്കല്ലേ ചേട്ടാ, നിന്റെ ചോളിക്കണ്ണിട്ടുള്ള നോട്ടം ഉള്ളിൻ്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീനക്കുടക്കമ്പി പോലെ, ഒരു ചീനക്കുടക്കമ്പി പോലെ. ഈ വരികള് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു കൈയടിയെന്നേ. മനസ്സിൽ സ്നേഹമുള്ളവര് ഈ പാട്ടിനൊന്ന് താളടിച്ചു കൂടണം. നമ്മുടെ പിന്നലി വായിക്കാൻ വേണ്ടി ഇവിടെ വന്നേക്കണത് സാധാരണ ചെണ്ട, മരം, തൊടി ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് നമ്മുടെ വിനയേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഓർക്കസ്ട്രയാണ്. ഞാനൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് വരാട്ടാ. അതുവരെ മനസ്സിലെ സ്നേഹം കൊണ്ട് പൊട്ടി പോരട്ടെ പുറത്തേക്ക്. കയ്യടിയായിട്ട് എവിടെ? ശ്രീ കലാഭവൻ മണിച്ചേട്ടനാണ് ഞങ്ങളെപ്പോലെ വരുന്ന നാടൻപാട്ട് കലാകാരന്മാർക്ക് അന്നം മുട്ടാതെ ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കി തന്നത്. ഈ പാട്ട് അദ്ദേഹം പാടിയൊരു പാട്ടാണ് കേട്ടാ. അറിയാത്ത ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടാണ്.
വിനയേട്ട പോയാലോ? റെഡിയല്ലേ? ആയിക്കോട്ടെ, പൊക്കോ. വിനയേട്ട ഇൻട്രോ വായിച്ചു പോവാ. റെഡി? ഒന്ന് കൈയടിച്ചു കൂടിയേ സൈഡ്. നോക്കല്ല ചേട്ടാ, നിന്റെ ജോലി കണ്ടിട്ടുള്ള നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീന കൂടെ കമ്പിപ്പോലെ, ഒരു ചീന കൂടെ കമ്പിപ്പോലെ. നോക്കല്ലേ ചേട്ടാ, നിന്റെ ജോലി കണ്ടിട്ടുള്ള നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീന കൂടെ കമ്പി പോലെ, ഒരു ചീന കൂടെ കമ്പി പോലെ. നോക്കല്ലേ ചേട്ടാ, നിന്റെ ജോലി കണ്ടിട്ടുള്ള നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീന കൂടെ കമ്പിപ്പോലെ, ഒരു ചീന കൂടെ കമ്പിപ്പോലെ. നോക്കല്ലേ ചേട്ടാ, നിന്റെ ജോലി കണ്ടിട്ടുള്ള നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീന കൂടെ കമ്പി പോലെ, ഒരു ചീന കൂടെ കമ്പി പോലെ. എന്നെ കണ്ടപ്പോ നിന്നുള്ളി ചേട്ടാ, പഞ്ചാര കൊഞ്ചിയ നാളോ എന്നെ കണ്ടപ്പോ നിന്നുള്ളി ചേട്ടാ. പാർക്കൊരുങ്ങല്ല ചേട്ടാ, നിന്റെ പാട്ടിന് പോവിന്റെ ചേട്ടാ, നിന്റെ പാട്ടിന് പോവിന്റെ ചേട്ടാ. പാടക്കൊരുങ്ങല്ല ചേട്ടാ, നിന്റെ പാട്ടിന് പോവില്ല ചേട്ടാ, നിന്റെ പാട്ടിന് പോവില്ല ചേട്ടാ. നോക്കല്ലേ ചേട്ടാ, നിന്റെ ചോടി കണ്ടിട്ടുള്ള നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീന കൂടെ കമ്പി പോലെ, ഒരു ചീന കൂടെ കമ്പി പോലെ. പെണ്ണിനെ വിട്ടു ഇനി കെട്ടണ പൂതിയും വിട്ടു, കെട്ടിയ പെണ്ണിനെ വിട്ടു ഇനി കെട്ടണ പൂതിയും വിട്ടു. കപ്പട വീശ കണ്ടാരും ഇപ്പൊ പേടിക്കുന്നില്ലട ചേട്ടാ, ഇപ്പൊ പേടിക്കുന്നില്ലട ചേട്ടാ. കപ്പട വീശ കണ്ടാലും ഇപ്പൊ പേടിക്കുന്നില്ലട ചേട്ടാ, ഇപ്പൊ പേടിക്കുന്നില്ലട ചേട്ടാ. നോക്കല്ലേ ചേട്ടാ, നിന്റെ ചോടി കണ്ടിട്ടുള്ള നോട്ടം ഉള്ളിന്റെ ഉള്ളിൽ കൊളുത്തി ഒരു ചീന കൂടെ കമ്പി പോലെ, 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 ഒരു ചീന കൂടെ കമ്പി പോലെ. ഒരു ചീനക്കുട കമ്പി പോലെ. മനസ്സിൽ പ്രണയമുള്ളവർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും നാൾ നമ്മുടെ വയലാർ സാറിൻ്റെ ഏറ്റവും മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകൾ നിങ്ങൾ കേട്ടു. ഇന്ന് വളരെ വ്യത്യസ്തമായി നാടൻ പാട്ടുകളാണ് പാടുന്നത്. ഇഷ്ടമുള്ള പാട്ടുകൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞാൽ അറിയുന്ന പാട്ടുകൾ ഞങ്ങൾ പാടി തരും കേട്ടോ. മണിച്ചേട്ടൻ്റെ പാട്ടുകളായിരിക്കും കൂടുതൽ ആവശ്യമെന്ന് ഞങ്ങൾക്കറിയാം. അതൊക്കെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. ഇനി അവിടെ ഡാൻസ് കളിക്കുന്ന കുറച്ച് കുട്ടികളെ കണ്ടോ? ഇനി നിങ്ങൾ കാണാത്തൊരു കാഴ്ചയുണ്ട്. അവിടെ നിന്ന് കൊട ചൂടിയിട്ട് ഒരു ചേച്ചി എന്തോ ഒരു ഡാൻസ് ആയിരുന്നു. ആ ചേച്ചിക്കൊക്കെ വേണ്ടിയിട്ട് ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരു പാട്ട് പാടിയല്ലോ. റെഡിയല്ലേ? ആയിക്കോട്ടെ. മക്കളെ പതുക്കെ ഇങ്ങോട്ട് നടന്നിട്ട് ഇവിടെ വന്നേ. ആ ഇരുട്ടത്ത് നിന്ന് നിങ്ങൾ ആര് കാണാനാ? പതുക്കെ ഇങ്ങോട്ട് വായോട്ടാ. ഇവിടെ ഒന്നാനാം നല്ലൊരു ഇളം കവുങ്ങ് എന്നുള്ളൊരു കിടുക്കാച്ചി പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പാട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. ഈ പാട്ടിന് താളത്തിൽ കൈയടിച്ചേ പറ്റൂ, വെറുതെ ഇരിക്കാൻ പറ്റില്ല. ആ മഞ്ഞപ്പിനെയും പിള്ളേരെ എഴുന്നേറ്റ് കളിക്കാം. ഒന്നാനാം നല്ലൊരെള്ളം കവുങ്ങ് ഇല വിരിച്ചാതണ പാക്കവുങ്ങ്, പാക്കവുങ്ങിൻ തല പൂത്താ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. ഒന്നാനാം നല്ലൊരെള്ളം കവുങ്ങ് ഇല വിരിച്ചാതണ പാക്കവുങ്ങ്, പാക്കവുങ്ങിൻ തല പൂത്താ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല. Thank you.
മോളാണ് കാണാനഴകുള്ള ഗതിക പെണ്ണ് ആരും കൊതിക്കണ പൂവാണ് തെക്കേലെ പാത്തൂന്റെ മോളാണ് പൊങ്കാനാം നല്ലൊരിളകവുന്ന് ഇളവിരിച്ചാടണ പാക്കവുന്ന് പാക്കവുന്നിൻ തല പൂത്താപ്പിന് ഓ ഒന്നോ ഞമ്മള് കാണുക തെക്കേലെ പാത്തൂന്റെ മോളാണ് കാണാനഴകുള്ള ഗതിക പെണ്ണ് ആരും കൊതിക്കണ പൂവാണ് തെക്കേലെ പാത്തൂന്റെ മോളാണ് പൊങ്കാനാം നല്ലൊരിളകവുന്ന് ഇളവിരിച്ചാടണ പാക്കവുന്ന് പാക്കവുന്നിൻ തല പൂത്താപ്പിന് മലബാറി മഞ്ചുള്ള പെണ്ണാണ് മാപ്പിള്ള പാട്ടിന്റെ പേരാണ് ആരും കൊതിക്കണ പൂവാണ് തെക്കേലെ പാത്തൂന്റെ ഒന്നാനാം നല്ലൊരിളകവുന്ന് ഇളവിരിച്ചാടണ പാക്കവുന്ന് പാക്കവുന്നിൻ തല പൂത്താപ്പിന് ഓ ഒന്നോ ഞമ്മള് കാണുക മലബാറി മഞ്ചുള്ള പെണ്ണാണ് മാപ്പിള്ള പാട്ടിന്റെ പേരാണ് ആരും കൊതിക്കണ പൂവാണ് തെക്കേലെ പാത്തൂന്റെ മോനാണ് ഒന്നാനാം നല്ലൊരിളകവുന്ന് ഇളവിരിച്ചാടണ പാക്കവുന്ന് ഒന്ന് കൈയടിച്ച് ഓ ഒന്നോ ഞമ്മള് കാണുക ഒന്നാനാം നല്ലൊരിളകവുന്ന് ഇളവിരിച്ചാടണ പാക്കവുന്ന് പാക്കവുന്നിൻ തല പൂത്താപ്പിന് ഓ ഒന്നോ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ ഇത്രയും കൂടി സ്പീഡിൽ നമുക്ക് റിതം പോവാട്ടാ പ്രിയപ്പെട്ടവരെ വീട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ട് കൈയും കൊണ്ടുവന്നാ എവിടെ ആ രണ്ട് കൈ അങ്ങോട്ട് കാണിച്ച് ഞാൻ കാണട്ടെ ആഹാ ആ രണ്ട് കൈ ഒന്ന് പൊക്കിയേ ഒന്ന് പൊക്കേ വീട്ടിൽ നിന്ന് രണ്ട് കൈയും കൊണ്ടുവന്നവര് ഒന്ന് പൊക്കേ ആ കൈ അങ്ങോട്ട് പൊക്കിയ ചേട്ടാ പൊക്കി പിടിച്ചേ എല്ലാരും ഒന്ന് കൈ പൊക്കി പിടിച്ചേ പ്ലീസ് ഒന്ന് കൈ പൊക്കി പിടിച്ചേ കൂട്ടടി 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 1 2 3 സ്റ്റാർട്ട് പാക്കവങ്ങിൻ തല പൂത്താപ്പിൻ്റെ ഒന്നും ഞമ്മളെ കാണില്ല ജോർജ് സാറേ ഞമ്മളെ കാണില്ല താങ്ക് യു ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഓണം കളിപ്പാട്ട് നേരത്തെ പാടാൻ ബാക്കി വെച്ച ആ ഒരു പാട്ട് ഏറ്റവും മെലോഡിയസ് ആയിട്ടുള്ളൊരു പാട്ടാണ് വിവേക് എന്ന പാട്ടുകാരൻ മലയാളക്കാർക്ക് സമ്മാനിച്ച ആ പാട്ടുമായി വരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ രഞ്ജി മണ്ണമ്പേട്ട. മൈതിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം നല്ല കൊട്ടും കുരവയും മേളത്തിലുള്ളൊരു കല്യാണം നിന്റെ സീമന്തരകയിൽ ചാർത്തി നല്ല സിന്ദൂരം മൈഥിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം നല്ല കൊട്ടും കുറവയും മേളത്തിലുള്ളൊരു കല്യാണം സീമന്തരകയിൽ ചാർത്തി നല്ല സിന്ദൂരമോ മിഥില പിഴിപ്പൂവാടിയിൽ മധു തേടിയ ശലഭം പിഴിമാൻ മിഴിയിതളിൽ കരിമഷിയാലൊരു പ്രണയം മിഥില പിഴിപ്പൂവാടിയിൽ
സീമന്തരകയിൽ ചാർത്തി നല്ല സിന്ദൂര